രണ്ടാഴ്ച മുന്നേയും അല്ല ഒരാഴ്ച മുന്നേയും വേണ്ട 3 ദിവസം മുന്നേ വരെ ഓർത്ത ഒരു ഡേറ്റ് അന്നേ ദിവസം തലേന്നും രാവിലെയും മറന്നു പോയുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ, അല്ലെങ്കിൽ നമ്മൾ ഈ വീണ്ടും വീണ്ടും അത് ഇനിയും വരാൻ കാത്തിരിക്കുന്ന ഒരു ഡേ. ഞാൻ ബർത്ത്ഡേൻ്റെ കാര്യമൊന്നും അല്ല പറയുന്നത്. മെയ് 6 ഞങ്ങൾ ലവ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതായത് ഞാൻ ഏട്ടനെ പ്രപ്പോസ് ചെയ്ത ദിവസം രണ്ടുപേരുടെയും കസിൻ്റെ ഒരു വെഡിങ് ഡേ ആയിരുന്നു. അപ്പോൾ ആ വെഡിങ് ഡേയുടെ റിസപ്ഷൻ്റെ നൈറ്റിലാണ് ഞാൻ ഏട്ടന് പ്രപ്പോസ് ചെയ്തത്. ഏട്ടൻ തിരിച്ചിങ്ങോട്ടേക്ക് എസ് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ലവ് പോവാണ്, ഞങ്ങളുടെ ലവ് സ്റ്റോറി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ദിവസമാണ് മെയ് 6 എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ മെയ് 1 വരെ ഞാനത് ഓർത്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഓർത്തു നോക്കി. എൻ്റെ ഗൂഗിൾ കലണ്ടറിൽ ഇപ്പോഴും അത് റിമൈൻഡർ ആയിട്ട് എന്നും രാവിലെ അല്ലെങ്കിൽ ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 6 അതിൻ്റെ റിമൈൻഡർ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ ദിവസം 5-ാം തീയതി വിട്ടുപോയി ഗൈസ്. പിന്നെ 6-ാം തീയതി രാവിലെ എനിക്ക് റിമൈൻഡർ വന്നപ്പോഴാണ് ഓർത്തത്. ഞങ്ങളങ്ങനെ വലിയ സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ നമ്മൾ ഇഷ്ടമുള്ള ദിവസം നമ്മൾ മറന്നു പോകുന്നതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഫീലിംഗ് പേർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിവേ അന്ന് രാവിലെ റിമൈൻഡർ ചെയ്ത് ഗൂഗിൾ കലണ്ടറിന് നന്ദി. ചിലപ്പോൾ ഞാനത് മറന്നുപോയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നൈറ്റിലായിരിക്കും ഞാൻ ഓർക്കുന്നത്, ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ 7th ഞാനത് ഓർക്കുന്നത്. എനിവേ താങ്ക് യു. ഈ മെയ് 6 എന്ന ഡേറ്റ് ഞങ്ങൾ ഓർക്കുന്ന പോലെ തന്നെ അത് കഴിഞ്ഞില്ല, മെയ് 7th എന്ന ഡേറ്റും കൂടെ ഓർത്ത് വെക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, 2013 ഞങ്ങൾ ഞങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 2023, അതായത് 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ മാരേജ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ മാരേജ് നടക്കുമ്പോൾ ഒഫീഷ്യലി 2 വീട്ടുകാരും ഓക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ എന്നെ ഏട്ടൻ പെണ്ണ് കാണാൻ വന്ന ദിവസം എന്ന് പറയുന്നത് മെയ് 7th. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് മെയ് 6 കഴിഞ്ഞ് 10 years കഴിഞ്ഞ് മെയ് 7th പെണ്ണ് കാണാൻ വന്നെന്ന് പറയുമ്പോൾ എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ. ഇപ്പോൾ 13 വർഷമായി, എത്ര പെട്ടെന്ന് ഓരോ വർഷങ്ങൾ കടന്നു പോകണമെന്ന് ആലോചിക്കുന്നത്. സോ ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇനിയും വളരെ മധുരമുള്ളതായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷങ്ങളും ഒത്തിരി നല്ല ഓർമ്മകളും ഒത്തിരി വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉള്ള ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി അതുപോലെ തന്നെ പോട്ടെ, ഇനി ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങൾക്ക് കടന്നു വരട്ടെ. അത്രയേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു.